ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമായ 10-ലധികം പേരെ കാണാനില്ല. ജമ്മുകശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് പിന്നാലെയാണ് കാണാതായത്. കാണാതായവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സർവകലാശാലയ്ക്ക് നേരെ ഇഡിയുടെ അന്വേഷണം, അതുപോലെ ആ സർവകലാശാലയിൽ ഉള്ളവരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം, അതിനിടയിൽ ഈ 10-ലധികം പേർ ഒളിവിൽ പോകുന്നു. എന്താണ് അന്വേഷണ സംഘം കരുതുന്നത് അച്യുതൻ? റിജിത്ത്, ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണം നടത്തുകയും ചില പരിശോധനകൾ അവിടെ നടത്തുകയും ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് 10ഓളം അവിടെ ജോലി ചെയ്തിരുന്നവരെയും പഠിക്കാനെത്തിയവരെയും കാണാനില്ല എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അന്വേഷണ ഏജൻസികളുടെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ വ്യക്തികളെ കാണാതെയായത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ഈ കാണാതെയായവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഒപ്പം തന്നെ ഇതിൽ 3 കശ്മീർ സ്വദേശികളുമുണ്ട് എന്ന വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഈ കാണാതെയായവരുടെ പട്ടിക ശേഖരിച്ച് അതിലൊരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. ഇതിൽ പലർക്കും ഈ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി സംശയിക്കുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഫരീദാബാദ് പോലീസും ജമ്മു കശ്മീർ പോലീസുമായിരുന്നു തുടക്കത്തിൽ ഈ സർവകലാശാലയിൽ പരിശോധന നടത്തുന്നത്. കാരണം ഇതിൽ ഈ അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ള ഷഹീൻ ഷാഹിദ്, മുസാമിൽ തുടങ്ങിയവർ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ജോലി മറയാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ആ സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ അന്വേഷണം നടന്നിരുന്നത്. ആ അന്വേഷണ സാഹചര്യത്തിൽ കൂടിയാണ്, അന്വേഷണ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ 10ഓളം ജീവനക്കാരെയും അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെയും കാണാനില്ല എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.